സ്നേഹിക്കുന്നു, അവരുടെ സഹോദരങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവരെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ താങ്കൾ മറ്റുള്ളവർ വെറുക്കപ്പെടുന്ന ഒരു അനുഭവമാകുന്നു എങ്കിൽ ഇന്ന് രാവിലെ സമയം താങ്കൾ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുത്താലും ദൈവം താങ്കളെ തീർച്ചയായിട്ടും മാനിച്ചനുഗ്രഹിക്കും. അതേ വിശ്വവചനം ഇങ്ങനെ പ്രസ്താവിക്കുകയാണ്, ദൈവത്തെ കണ്ടെത്താമോ എന്ന് വെച്ചിട്ട് ദൈവത്തെ അവർ തപ്പി നോക്കുമെന്ന് കരുതി ദൈവം ആർക്കും അകന്നിരിക്കുന്നില്ല. ദൈവത്തെ തപ്പി നോക്കുമോ എന്ന് കരുതിയും ദൈവം ആർക്കും അകന്നിരിക്കുന്നില്ല. ഒരു പിതാവിന്റെ സാന്നിധ്യം ഒരു ഭവനത്തിൽ എത്ര ഊഷ്മളമായ, എത്ര സന്തോഷകരമായ അനുഭൂതി ഉളവാക്കുന്നുവോ അതുപോലെ തന്നെ പിതാവായ ദൈവം ഈ മനുഷ്യന്റെ കുലത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മിൽ ഓരോരുത്തരിലും ഏറ്റവും ഊഷ്മളമേറിയ സമാധാനത്തിന്റെ, ആശ്വാസത്തിന്റെ അനുഭവത്തെ നൽകി തരുവാൻ നാം ദൈവത്തെ കണ്ടെത്തേണ്ടതിന്, താങ്കൾ ദൈവത്തെ കണ്ടെത്തേണ്ടതിന്, താങ്കൾ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ വാത്സല്യവും അനുഭവിച്ചറിയേണ്ടതിന് ദൈവം താങ്കൾ അകന്നു നിൽക്കാതെ താങ്കൾക്ക് സമീപസ്ഥനായി ദൈവം വസിക്കുന്നു. താങ്കൾ എവിടെ നിന്നും നിലവിളിച്ചാലും, ബസ് യാത്രയിൽ നിലവിളിച്ചാലും, ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാലും, എല്ലാവരും ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാലും, ആരാധന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാലും, എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും താങ്കൾ നിലവിളിച്ചാൽ, താങ്കൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, താങ്കൾ നിലവിളിച്ചു കഴിഞ്ഞാൽ നിലവിളി കേട്ട് പ്രവർത്തിപ്പാണ്ടൊക്കെ ദൈവമായ കർത്താവ്, പിതാവായ ദൈവം താങ്കൾക്ക് ഏറ്റവും സമീപസ്ഥനായി താങ്കളുടെ സമീപത്തുണ്ട്. എന്നെ രാവിലെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അത്യുന്നതനായ ദൈവത്തിന്റെ കുടുംബനാഥൻ എന്ന നിലയിൽ ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന, സകൽക്കും പിതാവായി വസിക്കുന്ന അത്യുന്നതനായ ദൈവവുമായി ഒരു ബന്ധമില്ല എങ്കിൽ ഈ രാവിലെ സമയം ആ ദൈവത്തിലേക്ക് അടുത്തു വന്നാലും കർത്താവായ ദൈവം ആഗ്രഹിക്കുകയാണ് താങ്കൾ കൂടെ ആ അനുഗ്രഹിക്കപ്പെട്ട ബന്ധത്തിൽ ദിവസം കഴിഞ്ഞുകൂടുവാൻ അത്യുന്നതനായ ദൈവം ആഗ്രഹിക്കുന്നു. ആകെ താങ്കളുടെ ജീവിതത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് ദൈവമാകെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാലും, അതുപോലെ തങ്ങളുടെ ഉത്തരം കിട്ടാത്ത അനേക പ്രശ്നങ്ങൾക്ക്, ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി തരുവാൻ ഈ ദൈവമായുള്ള ബന്ധത്തിന് മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. തങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ആ ദൈവിക സ്നേഹം സ്പർശിക്കുവാനൊക്കെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇത് രാവിലെ തന്നെ ആ ദൈവത്തിലേക്ക് അടുത്ത് വന്ന്, ദൈവമേ എനിക്ക് ആ സ്നേഹത്തിന്റെ, ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് എന്നെ നടത്തുമാറാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, സ്നേഹത്തിൽ വാത്സല്യമുണ്ട്, കരുതലുണ്ട്, സഹായമുണ്ട്, ആൽബലമുണ്ട്, കൂട്ടത്തിൽ ഒരു തുണയായി എപ്പോഴുമുള്ള ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. അതേ ദൈവം ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ മകൻ കടന്നു വന്നിട്ട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? അല്ല മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അല്ല മീനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല കാര്യങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും സ്വർഗസ്വനായ നിങ്ങളുടെ നല്ല പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയെ അധികം കൊടുക്കും. സ്വർഗസ്വനായ നല്ല പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അത് ഇന്ന് രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ അതിശ്രേഷ്ഠകരമേറിയ അനുഭവത്തിൽ താങ്കളുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിന്റെ ബലമേറിയ കരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തോട് പറഞ്ഞാലും, ദൈവമേ രാവിലെ സമയം ഞാൻ അങ്ങയോട് യാചിക്കുന്നു, സ്വർഗസ്ഥനായ ദൈവം നൽകി തരുന്ന ആ നന്മയെ മക്കൾക്ക് അപ്പത്തിന് പകരം കല്ലും മീനിന് പകരം പാമ്പിനെയും മുട്ടയ്ക്ക് പകരം തേളിനെയും കൊടുക്കാത്ത ഒരു ഭൗമിക പിതാവിനെ പോലെ അതിനേക്കാൾ ശ്രേഷ്ഠനായി അതിശക്തനായി എനിക്ക് വേണ്ടി അവിടുന്ന് വസിക്കാൻ ആ ദൈവിക സ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ എന്നെ സമർപ്പിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ആവശ്യമായിരിക്കുന്നത് അതിശ്രേഷ്ഠകരമേറിയ ദൈവിക സ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒരു മാനവികതയാണ്. ആ ദൈവിക സ്നേഹത്തിൽ പരസ്പരം കാണുവാൻ, പരസ്പരം ബഹുമാനിക്കുവാൻ, പരസ്പരം അന്യോന്യം ആദരവോടെ സംസാരിക്കുവാൻ കഴിയുന്ന ഏറ്റവും ശ്രദ്ധകരമായ കാര്യം താങ്കളുടെ ഈ ജീവിതത്തിൽ മറ്റുള്ള ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഇന്ന് രാവിലെ സമയം ഒന്ന് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്താലും, ഒന്നിനോട് ചെന്ന് പ്രാർത്ഥിച്ചാലും, രോഗങ്ങളാകട്ടെ, മറ്റു പ്രശ്നങ്ങളാകട്ടെ, മറ്റേതെങ്കിലും വിഷയമാകട്ടെ, ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിച്ചാലും ഞങ്ങൾ ഈ അവസരം താങ്കൾക്ക് വേണ്ടി ദൈവസേനയിൽ പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അൻപുള്ള കർത്താവേ, നല്ല പിതാവേ, അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ രാവിലെ പിന്നെ കടന്നു വന്നങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്വനായ പിതാവായി
ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായി, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവനായി, വാത്സല്യനിധിയായ ദൈവമാകയാൽ ഞങ്ങൾ ചോദിക്കുന്നതിനും നിനക്കുന്നതിനും അത്യന്തമനമായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ കരത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നന്മ എത്രയും തരുവാൻ, പരിശുദ്ധമന എത്രയും തരുവാൻ അങ്ങ് ശക്തനാകിയ സ്തോത്രം. ഈ വചനം കേട്ടതായ പ്രിയമുള്ളവർക്ക് ആരോഗ്യവും സൗഖ്യവും ബലവും സമാധാനവും മനസ്സമാധാനവും ആശ്വാസം നൽകണമേ. മറ്റുള്ളവരെ സ്നേഹിപ്പാൻ അവരെ ബലപ്പെടുത്തുമാറാകണമേ. യേശുവിൻ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ രോഗങ്ങളെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ അവരുടെ ബന്ധനങ്ങൾ അഴിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ എല്ലാ തിന്മകളിലും വിടുതൽ കൊടുത്താലും മാനിക്കുമാറാകണം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണം പിതാവേ. കാണുവാൻ മറക്കരുത്. എല്ലാ ദിവസവും രാവിലെ കൃത്യം 7 മണിക്ക് ദൈവരാജ്യം.